തിരുകേശം വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നു, ആ വെള്ളം കുടിച്ചാൽ രോഗശമനമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. സത്യമാണോ? ആ നിലയിൽ പണം വസൂലാക്കുന്നുണ്ടോ? തിരുകേശം ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യം വെള്ളത്തിൽ ഇട്ട് ആ വെള്ളം കൊടുക്കും. അത് കൊടുത്താൽ ഗുണമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു കാശും വാങ്ങിയിട്ടില്ല ഇതുവരെ, ഇനിയും വാങ്ങുകയുമില്ല. പക്ഷേ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തുപ്പൽ രസം, അദ്ദേഹം അംഗശുദ്ധി വരുത്തുമ്പോഴുള്ള വെള്ളം, ഇതെല്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നവർ ഒന്നുകിൽ ദേഹത്ത് പുരട്ടുക, അല്ലെങ്കിൽ അവനവൻ്റെ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുക, അതിനൊക്കെ ഒരു ദിവ്യത്വം കൽപ്പിക്കുക. അപ്പോൾ അദ്ദേഹം തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതല്ല ഇസ്ലാമിൻ്റെ മാർഗമെന്ന്. ഒരർത്ഥത്തിൽ ഈ വെള്ളം വിതരണം ചെയ്യുക വഴി അനിസ്ലാമികമായൊരു കാര്യമല്ലേ താങ്കൾ ചെയ്യുന്നത്? അല്ല, ദിവ്യത്വം കൽപ്പിക്കുക എന്നത് എന്തിലും തെറ്റാണ്. അത് പ്രവാചകർ തടഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പ്രവാചകരുടെ ഒളുവെടുത്ത വെള്ളം അനുചരന്മാർ തിക്കും തിരക്കും ഉണ്ടാക്കി അവർ ഏറ്റുവാങ്ങുകയും ആ വെള്ളം ശരീരത്തിൽ പുരട്ടുകയും കുളിക്കുകയും കുടിക്കുകയും ചെയ്തതായി പ്രവാചകർ അനുഭവപ്പെടുകയും പഠിക്കുകയും ചെയ്തതനുസരിച്ച് അവർ അനുവാദം കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്റെ ഭാര്യ ഐഷ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവ്യത്വം ഉള്ളതായി മനസ്സിലാക്കി തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുകയോ ഈ വിധത്തിൽ കൈമാറുകയോ അനുഗ്രഹദായിനി എന്ന നിലയിൽ അതിൻ്റെ അത്തരമൊരു ഉപയോഗ സാധ്യത പറയുകയൊന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നു. അത് ശരിയല്ല. പ്രവാചകരുടെ ഒരു ഭാര്യയാണ് ഉമ്മു സലമത്ത്. അവരാണ് ഈ തിരുകേശം സൂക്ഷിച്ച് അതിൽ വെള്ളം കൊടുത്തത്. അതേ ആയിഷ നബി തങ്ങളുടെ വിയർപ്പ് വടിച്ചെടുക്കുകയും ഇതിന് കസ്തൂരിയേക്കാൾ സുഗന്ധ വാസനയുണ്ടെന്നും അത് അത്രയായി ഉപയോഗിക്കുകയും ബറക്കത്തെടുക്കുകയും ചെയ്യാമെന്ന് ആയിഷ പറഞ്ഞിട്ടുമുണ്ട്, അവർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ എല്ലാറ്റിനും തെളിവുകൾ ഉണ്ട്. തെളിവില്ലാത്ത ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ദിവ്യത്വം എന്നതിനോട് ഞങ്ങൾ പൂർണ്ണമായി എതിരാണ്. അങ്ങനെ ദിവ്യത്വം ഒരു വസ്തുവിനും കൽപ്പിക്കാൻ പാടുള്ളതല്ല. വളരെ നന്ദി ശ്രീകാന്ത്.